അതിപരിസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സക്രിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം എൻ്റെ 5-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കൾക്കും ദൈവം നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു വലിയ വാഗ്ദത്തമാണ് നാം വായിച്ച വചനം എന്ന് പറയുന്നത്. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെയും നിങ്ങളുടെയൊക്കെ ഭവനത്തിന് അഗ്നിമതിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മുടെ ഭവനത്തിന് തീമതിലായി നിൽക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ ഒരു ശത്രുവിനെ നമുക്ക് ഭയപ്പെടാനില്ല. ആ മതിൽ ഭേദിച്ചതിനകത്ത് കയറി വരുവാൻ ഈ ലോക സാത്താന് കഴിയില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് ഒരു ഭക്തന്റെ ജീവിതം, ഭക്തന്റെ വിജയം, ഒരു ഭക്തന്റെ സന്തോഷം എന്നൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ആ ഭക്തന്റെ വീടിന് മതിലായി നിൽക്കുന്നു എന്നുള്ളതാണ്. രക്തം ചെയ്യും. ഈ വചന ചരിത്രത്തിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, യെരൂശലേമിനെ അളക്കുവാൻ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെയാണ് പ്രവാചകൻ മൂന്നാമതായി കാണുന്ന ദർശനമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവിക പരിപാലനം മൂലം ഇസ്രായേലിന് ലഭിക്കുന്ന യഥാസ്ഥാപനവും അഭിവൃദ്ധിയുമാണ് ഈ ദൂതിനകത്ത് മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ സംരക്ഷണത്തിന് ബാഹ്യമായ ഒരു മതിൽക്കെട്ട് ആവശ്യമില്ലാതെ വണ്ണം യഹോവ തന്നെ അതിന് ചുറ്റും തീമതിലായി ഇരിക്കുമെന്നാണ് പറയുന്നത്. ഈ യെരൂശലേമിന്റെ യഥാസ്ഥാപനത്തിനും സംരക്ഷണത്തിനുമായി ഈ ലോകത്തിന്റെ ബാഹ്യമായ ഒരു മതിൽക്കെട്ടുകളില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെരൂശലേമിന് ചുറ്റും തീമതിലായിരിക്കുന്നത് കൊണ്ട് കാലാകാലങ്ങളായി ശത്രു ആ മതിൽ ഭേദിച്ചതിനകത്ത് കടക്കുവാൻ ശ്രമിച്ചിട്ടും കടക്കുവാൻ കഴിയാതെ ശത്രുവിന്റെ പരാജയത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം യെരൂശലേമിനെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കടമയാണ്, ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. യെരൂശലേം അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവജനമാണ്, ദൈവത്തിന്റെ ജനമാണ്. ആ യെരൂശലേമിന് ഇസ്രായേലിനെ തീമതിലായി കാവൽ ചെയ്യേണ്ടത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. പുതിയ നിയമസഭയോടും പറയട്ടെ, പുതിയ നിയമസഭ എന്ന് പറയുന്ന പുതിയ നിയമ ഇസ്രായേൽ നിനക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് തീമതിലായി നിൽക്കുന്നത്. ഒരു ബാഹ്യമായ മതിൽക്കെട്ടിന്റെ ആവശ്യം നിന്റെ ഭവനത്തിന് ആവശ്യമില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തന്നെ കാണാം. അപ്പൊ അക്കാലത്ത് ദൈവജനത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, ശത്രുക്കൾ ആ കാലത്ത് ദൈവജനത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൺമണിയെ തൊടുവാൻ ശ്രമിക്കുന്നത് പോലെ അന്ന് കണക്കാക്കിയിരുന്നത്. ഹല്ലേലൂയ. അതാണ് ഇവിടെ നമ്മൾ താഴോട്ട് വായിച്ചും കാണുന്നത്. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നുവെന്ന് സക്രിയാവിന്റെ പുസ്തകം 2:8 വായിച്ചാലും കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവത്തിന്റെ ജനത്തെ, ദൈവമക്കളെ, ഇസ്രായേലിനെ തൊടുന്നവരെ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് ദൈവം കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ദൈവമക്കളെ ആട്ടി ഓടിക്കുന്ന, വിരട്ടി ഓടിക്കുന്ന, എറിഞ്ഞു ഓടിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെയൊക്കെ സുവിശേഷീകരണത്തിന്റെ സമയങ്ങളിൽ ഞങ്ങളെ തോക്കെടുത്ത് വെടിവെക്കുമെന്ന് പറഞ്ഞ ആളുണ്ട്. അല്ലെ, ഒരു വീട്ടിൽ ഞാനും എൻ്റെ വൈഫും കൂടെ ചെന്നോ പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ ഇറങ്ങിപ്പോക്കൂ, അല്ലെ ഞാൻ തോക്കെടുത്ത് വെടിവെക്കുമെന്ന് ഒരു ക്രൈസ്തവനാ പറഞ്ഞേ. അല്ലെ, അതേ ഒരു പട്ടാക്കാരനാ. ഞങ്ങളവിടെ ചഞ്ചലപ്പെട്ടും ഭയപ്പെട്ടൊന്നും പോയില്ല. അദ്ദേഹം വെടിവെച്ചാൽ വെടിവെക്കട്ടെ, അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ കേട്ടുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പക്ഷെ അദ്ദേഹത്തെ കാണാനില്ല. പിന്നീട് ഞങ്ങൾ ഒരു സ്ഥലത്ത്, ഒരു പഞ്ചായത്തിൽ, വെങ്കിടങ്ങ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ സുവിശേഷ പരസ്യവുമായിട്ട് ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോക്കോണം, അല്ലെ ഞാൻ നിങ്ങളെ വെടിവെക്കുമെന്ന് പറഞ്ഞു. പുള്ളി തോക്കെടുക്കാൻ പുള്ളിയുടെ ബുള്ളറ്റ് പോയി. പിന്നെ പുള്ളിയും കണ്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമക്കളെ ഉപദ്രവിക്കാൻ ശത്രുക്കൾ കൂട്ടം കൂടിയപ്പോൾ
ഇസ്രായേലിനെതിരെ ശത്രുക്കൾ എഴുന്നേറ്റപ്പോൾ ലോക രാജ്യങ്ങളിൽ ദൈവസഭയെ തകർക്കുവാൻ, ക്രൈസ്തവ സമൂഹത്തെ തകർക്കുവാൻ പിശാച് എഴുന്നേറ്റപ്പോൾ അവിടെയെല്ലാം ദൈവം തൻ്റെ ജനത്തിന് തീമതിലായിട്ടുണ്ട്. മാത്രമല്ല, ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് ദൈവജനത്തെ ഉപദ്രവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ ആ സ്ഥലങ്ങളെല്ലാം ദൈവിക സന്ദർശനം ഉണ്ടാകും. ഇവിടെ ഭാരതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമക്കളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് ജയിലിലടച്ച് മൃഗീയമായി അവരെ വേട്ടയാടിയ പല സംസ്ഥാനങ്ങളുമുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങൾക്കകത്തും ഇന്ന് അഹങ്കാരികളായി ഇരിക്കുന്ന ജനത്തോട് പറയട്ടെ, ദൈവജനത്തെ തൊടുന്നത് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി തൊടുന്ന പോലെ. ആമേൻ. അല്പകാലം മാത്രം നിങ്ങൾ സന്തോഷിച്ചാലും ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിങ്ങളുടെ ദേശത്ത് വെളിപ്പെടാൻ സമയമായെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയുന്നത് എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ഹല്ലേലൂയ. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വസിപ്പാൻ കഴിയുന്ന ഒരു നാള് ദൈവം നമ്മുടെ ഭവനത്തിന് ചുറ്റും തീമതിലായിരിക്കും. അഥവാ പരിശുദ്ധാത്മാവെന്ന തീമതിൽ നമുക്കുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി ആളുകൾ ഭയങ്കര വീടുകൾ പണിയാറുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര വീടുകൾ പണിത് അവർ അതിന് ചുറ്റും ലക്ഷക്കണക്കിന് രൂപ മുടക്കി മതിൽക്കെട്ടുകൾ പണിയാറുണ്ട്. ഒരുപക്ഷെ പട്ടിയോ മറ്റൊരു ജന്തുക്കളോ മറ്റ് ശത്രുക്കളുടെ പോരാട്ടങ്ങളോ ഒന്നും ഇല്ലാതെ ഭവനം സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മതിൽ പണിയുന്നത്. ഫ്രൈസറോ ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നാലും അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഒരു സമയം വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്തോത്രം, അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വീടിന് മതിൽ പണി നടക്കുന്നുണ്ട്. പ്രൈസറോ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആ മതിൽ പല പ്രാവശ്യം പണിതു. വലിയ ലക്ഷങ്ങൾ മുടക്കിയ പല പ്രാവശ്യം മതിൽ പണിത് ആദ്യമേ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഒട്ടിച്ചു. പക്ഷെ അത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ പൊളിച്ചു കളഞ്ഞു. വീണ്ടും അങ്ങനെ ആ മതിൽ പല പ്രാവശ്യം ആ മതിൽ പണിതുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഇപ്പം മതിൽ പണിയോടെ നിർത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി, എനിക്ക് തോന്നുന്ന കോടികൾ മുടങ്ങിയെന്നാണ് തോന്നുന്നത്. ആ വീട് ഭയങ്കര ഒരു വീടാണ്. ആ വീടിന് അത്രമാത്രം മതിൽ കെട്ടിയതിന് അത്രയും ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും പിന്നീട് അതെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ ഒരു മതിൽ സ്ഥാപിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എത്ര വീടുകൾ, മനുഷ്യന്റെ നിർമ്മിതമായ അനവധി മതിൽക്കെട്ടുകൾക്കകത്ത് ഭവനങ്ങൾ നിർമ്മിച്ചു വെച്ചാലും കള്ളൻ നുഴഞ്ഞു കയറണമെങ്കിൽ കള്ളൻ കയറും. മതിൽക്കെട്ട് എത്ര വലുതായിരുന്നാലും കള്ളന് പ്രവേശിപ്പാൻ യാതൊരു തടസ്സവും വരുന്നത്. കള്ളൻ മതിലിനെക്കാട്ടി വലിയ പുള്ളിയാണ്. ലേരിയ. എന്നാൽ ഒരു ദൈവഭക്തന്റെ ഭവനം എന്ന് പറയുന്നത് ലക്ഷങ്ങൾ കോടികൾ മുടക്കി ആക്ഷരികമായൊരു മതിൽക്കെട്ട് അവിടെ തീർത്തിട്ടില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തന്റെ വീടിന്റെ മതിൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാണ്. അഗ്നിമതിലാണ് ഭക്തന്റെ വീടിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ യെരൂശലേമിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അഗ്നിമതിലാണ്. ഇസ്രായേലിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിമതിലാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിമതിൽ നിങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ സ്തോത്രം. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ച ചില ഭവനങ്ങളെ കുറിച്ച്. ഒന്നാമത് ഞാൻ പറഞ്ഞു രക്ഷയുടെ ഭവനം. രക്ഷയുടെ ഭവനം എന്ന് പറയുമ്പോൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഭവനമായിരിക്കണം. രണ്ടാമത്തെ ദിവസം നമ്മൾ പറഞ്ഞത് വിശുദ്ധിയുള്ള വീട്. സ്തോത്രം. വിശുദ്ധിയുള്ള വീട് എന്ന് പറയുമ്പോൾ വീട്ടിനകത്ത് വേണ്ടാത്തതിനെ മുഴുവൻ ഉപേക്ഷിക്കണം, എടുത്ത് നീക്കണം. ഉൽപ്പത്തി പുസ്തകം 35:2 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത്തെ കാര്യം നമ്മൾ വചനത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഭവനം. ഹല്ലേലൂയ. സ്തോത്രം. നാലാമതായി നമ്മൾ പറഞ്ഞത് രക്തക്കോട്ടയ്ക്കുള്ളിൽ നമ്മുടെ ഭവനമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമത് പറഞ്ഞത് ദൈവദൂതന്മാരെ കാവൽ ചെയ്യുന്ന ഭവനം. ഹല്ലേലൂയ. ആറാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഭവനം പരിശുദ്ധാത്മാവിന് ചുറ്റും തീമതിലായിരിക്കണം. ആത്മീയാൽ പണിയപ്പെടുന്നതായിരിക്കണം നമ്മുടെ ഭവനം. ഈ 6 ഭവനം എന്ന് പറയുമ്പോൾ ആക്ഷരികമായി രക്ഷയുടെ ഭവനം, വിശുദ്ധിയുടെ ഭവനം, വചനത്താൽ നിറയപ്പെട്ട ഭവനം, സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവദൂതന്മാർ സംരക്ഷിക്കുന്ന ഭവനം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ നിറയപ്പെട്ട ഭവനം, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട 6 ഭവനത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ
ആക്ഷരികമായി ആ 6 ഭവനം ഉള്ളപ്പോൾ തന്നെ ആത്മീയമായ 6 ഭവനം കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആത്മീയമായ 6 ഭവനം നമ്മുടെ ശരീരമാകുന്ന ഭവനം എന്ന് പറയുന്നത് ഈ രക്ഷയുടെ അനുഭവത്തിലായിരിക്കണം. രക്തചയം നമ്മളും അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഈ ജഡത്തെ കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കണം. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാകുന്ന ഭവനം വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തതിനെ മുഴുവൻ നമ്മളൊക്കെ മാറ്റിക്കളയണം. മൂന്നാമത് നമ്മുടെ ശരീരമാകുന്ന ഭവനം വചനത്താൽ നിറയപ്പെട്ടതായിരിക്കണം. സ്തോത്രം. നാലാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാകുന്ന ഭവനം രക്തക്കോട്ടയ്ക്കുള്ളിലായിരിക്കണം, യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ. അഞ്ചാമതായി പറയുന്നത് നമ്മുടെ ശരീരമാകുന്ന ഭവനം ദൈവദൂതന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നതായിരിക്കണം. പ്രൈസ് ലോർഡ്. ആറാമതായി നമ്മുടെ ശരീരമാകുന്ന ഭവനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമുക്ക് ദൈവത്തിലായിരിക്കണം. പാക്ഷരികമായ 6 ഭവനങ്ങളും ആത്മീയമായ 6 ഭവനങ്ങളും. ഹല്ലേലൂയ. രണ്ടും കൂടെ നിങ്ങൾ ചേർത്തൊന്ന് പഠിക്കണം. രണ്ടും കൂടെ ചേർത്ത് പഠിച്ചിട്ട് നിങ്ങൾ ആ അനുഭവത്തിലേക്ക് എത്തണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. രക്തം ചെയ്യും. ഇത് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നീ എവിടെ നിൽക്കുന്നു? നിന്റെ ജീവിതം എവിടാണ്? നീ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? ആരോടൊപ്പമാണ് വാസം ചെയ്യുന്നത്? ആരാണ് നിന്നെ നിയന്ത്രിക്കുന്നത്? ആരാണ് നിന്നെ നടത്തുന്നത്? ആരാണ് നിന്റെ സംരക്ഷകൻ? ആരാണ് നിന്റെ സംരക്ഷണം നൽകുന്നത്? ഈ ലോകത്തിന്റെ ശക്തികളാണോ നിനക്ക് ദൈവത്തിലായി നിൽക്കുന്നത്? ലോകത്തിന്റെ ശക്തികളാണോ നിനക്ക് കൂട്ടായിട്ട് നിൽക്കുന്നെങ്കിൽ നീ പരാജിതനാ. പ്രൈസ് ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ മതിൽ നിനക്ക് ചുറ്റുമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിനകത്ത് നുഴഞ്ഞു കയറുവാൻ ഒരു ശത്രുവിന് കഴിയാതെ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. രക്തം ചെയ്യും. ഇന്ന് പകൽ ലോകത്തിന്റെ ഇംഗിതങ്ങൾ വിട്ടിട്ട്, ലോകത്തിന്റെ ഇമ്പങ്ങൾ വിട്ടിട്ട്, ലോകത്തിന്റെ ലൈംഗിക സുഖങ്ങൾ വിട്ടിട്ട്, ഇവിടുത്തെ ദ്രവ്യാഗ്രഹങ്ങൾ വിട്ടിട്ട്, ഇവിടുത്തെ സ്ഥാനമാനങ്ങളൊക്കെ വിട്ടിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ മടങ്ങി വന്ന് നിങ്ങളും നിങ്ങളുടെ ഭവനവും അഗ്നിമതിലായ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിമതിലാൽ നിങ്ങളുടെ ഭവനം നിറയപ്പെടണം. നിങ്ങൾ തീരുമാനിച്ച് ആലോചിച്ച് എടുത്താൽ മതി നിങ്ങളുടെ ഭവനത്തെ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ഭവനത്തിന് സാത്താൻ തീമതിലായിട്ട് നിൽക്കണോ അതോ പരിശുദ്ധാത്മാവ് തീമതിലായിട്ട് നിൽക്കണോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. സാത്താൻ നിങ്ങളുടെ ഭവന തീമതിലായിട്ട് നിന്നാൽ അവന്റെ തീ എന്ന് പറയാൻ കെട്ടുപോകുന്ന തീയാ, സാത്താന്റെ തീ. അത് നിങ്ങളുടെ ഭവന തീമതിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് അരാജകത്വം നിറയും, കണ്ണുനീരിന്റെ അനുഭവമായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാലാണ് നിന്റെ ഭവനം നിറഞ്ഞു നിൽക്കുന്ന. ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാണ് നിന്റെ ഭവനത്തിന്റെ മതിലെങ്കിൽ നിന്റെ ഭവനം എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ആ അഗ്നിമതിനകത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മൾ ഈ ദൈവമായിട്ട് ചേർന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞാല് അതിന് വളരെ വില കൊടുക്കേണ്ടതാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞൊരു സൂത്രപ്പണിയല്ല, അത് തന്ത്രമൊന്നുമല്ല. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അതൊരു അനുഭവമാണ്, അത് യാഥാർത്ഥ്യമായിരിക്കണം. ഇന്ന് പലരും യേശുവിനെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞ സൂത്രങ്ങളിലൂടെ യേശുവിനെ അനുഗമിക്കുകയും പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്ത്രങ്ങൾ വരികയും ചെയ്യുമ്പോൾ, യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച യഥാർത്ഥ രക്ഷയുടെ അനുഭവമുള്ളവൻ അവൻ ദൈവസന്നിധിയിൽ ഉറപ്പോടെ വിശുദ്ധിയോടെ തൻ്റെ ആത്മീയ ഭവനവും തൻ്റെ ഭവനവും കാത്തു സൂക്ഷിക്കും. പ്രൈസ് ലോർഡ്. അപ്പം നമ്മൾ നമ്മുടെ ഭവനത്തെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയണം. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒന്നും നഷ്ടമാക്കി കളയരുത്. ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടമാക്കി കളഞ്ഞാൽ പിന്നത്തേതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവുന്ന അഗ്നിയാൽ നമ്മുടെ ഭവനം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ഇവിടെ എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ തീമതിലായിരിക്കും എന്ന് യേശു പറയുമ്പോൾ യാതൊരു ദുഷ്ടമൃഗത്തിനും അവിടെ അടുത്തു വരാൻ കഴിയത്തില്ല. നമ്മുടെ ഭവനത്തിന് കർത്താവ് തീമതിലായിരിക്കും എന്ന് പറയുമ്പോൾ യാതൊരു ദുഷ്ടമൃഗത്തിനും, യാതൊരു ദുഷ്ടശക്തികൾക്കും, ദുഷ്ട മനുഷ്യർക്കും അശുദ്ധമായതൊന്നിനും അതിനകത്ത് പ്രവേശിപ്പാൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ശരീരമാകുന്ന ഭവനത്തിന് ദൈവം തീമതിലാണെങ്കിൽ ഒരു ദുഷ്ടമൃഗങ്ങളും, ഒരു ദുഷ്ടശത്രു, ഒരു അശുദ്ധി നിങ്ങളുടെ ഉള്ളിലേക്ക് കയറത്തില്ല.
ആഭിചാരം ചെയ്താലും മന്ത്രവാദങ്ങൾ ചെയ്താലും നിങ്ങൾക്കെതിരെ സകല ക്ഷുദ്രങ്ങൾ ചെയ്താലും തന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഏത് മെനഞ്ഞാലും പരിശുദ്ധാത്മാവിന്റെ മതില് അല്ലെങ്കിൽ തീമതിൽ നിനക്കുണ്ടെങ്കിൽ, നീ പരിശുദ്ധാത്മാവിന്റെ തീമതിലാണ് നിൽക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്റെ ഭവനത്തിനകത്തും പിശാചി കയറത്തില്ല. രക്തക്ഷയം അല്ലേരിയ. നമ്മൾ കർത്താവിന്റെ സംരക്ഷണത്തിൽ നിൽക്കണം, യേശുവിന്റെ. ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പണമുണ്ട്, സ്വാധീനമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, അധികാരമുണ്ട്. ഇന്ന് നിങ്ങൾ അതിനുവേണ്ടി ഓടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരാജിതനാണെന്ന്. സ്തോത്രം, നിങ്ങൾ പരാജിതനാണ്. എന്നാൽ നിങ്ങൾ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എൻ്റെ ഭവനം പരിശുദ്ധാത്മാവ് നൽകിയാൽ അങ്ങ് തീമതിലായി അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് യേശുവോട് പറയുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ആ ദൈവ സാന്നിധ്യം അയക്കും. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് അഗ്നിയായി നിങ്ങളുടെ വീടിനെ കാത്തു സൂക്ഷിക്കുമ്പോൾ യാതൊരു ശത്രുക്കളും വീട്ടിനകത്ത് നുഴഞ്ഞു കയറത്തില്ല. ഹല്ലേലൂയ. രക്തജയം വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ തീമതിലായി നിൽക്കുകയാണെങ്കിൽ യാതൊരു ശത്രുവും യാതൊരു ദുഷ്ടനും നിങ്ങളുടെ ഭവനത്തിനകത്ത് നുഴഞ്ഞു കയറത്തില്ല. പ്രൈസലോ. നിങ്ങളുടെ ഭവനത്തിനകത്ത് നുഴഞ്ഞു കയറുവാൻ ശത്രുവിന് നിങ്ങൾ അവസരം കൊടുക്കുമ്പോൾ അവൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നുഴഞ്ഞു കയറും. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് നുഴഞ്ഞു കയറിയിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറയും നശിപ്പിക്കും സാത്താൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ചില വീടുകളിലൊക്കെ അല്ലെങ്കിൽ മാമ ഇരിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ വന്നിട്ട് നമ്മുടെ മക്കളെ വിളിച്ചിറക്കി കൊണ്ട് പോകരെ. അവർ റോട്ടിൽ വന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് മെസ്സേജൊക്കെ അയച്ച്, ഞാൻ റോട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ഇറങ്ങി വാ. ഹല്ലേലൂയ. വീട്ടിലിരിക്കുന്ന പിതാക്കന്മാരെ, വീടിന്റെ ഉടയവനെ, നാഥനെയൊക്കെ, ഞാൻ റോട്ടിൽ നിൽക്കുന്നുണ്ട്, ഇറങ്ങി വാ. ഹല്ലേലൂയ. നമ്മുടെ പെൺകുട്ടികളൊക്കെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവരൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നത്തേതിൽ കരയുന്ന സങ്കടപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഒരു ദൈവഭക്തന്റെ ഭവനം പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ ആമെ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ലോകശത്രുവിൽ നുഴഞ്ഞു കയറി വന്ന ആമെ ദൈവഭക്തന്റെ ഭവനത്തിൽ നിന്ന് ആരും വലിച്ചിറക്കി വിടുവാൻ പറ്റത്തില്ല. വിശുദ്ധിയോടെ ജീവിക്കണം കേട്ടോ. ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. പണത്തിന്റെ മുകളിലല്ല ജീവിക്കേണ്ടത്, പണത്തിന്റെ മുകളിൽ കിടക്കുക എന്നുള്ളതല്ല. ആമേൻ. അതുകൊണ്ട് ആഗ്രഹിക്കുന്നു വിശുദ്ധി. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആമേൻ, വിശുദ്ധിയുള്ള വീട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 35 അവർ യാത്ര അവർക്ക് വേണ്ടാത്തതിനെ മുഴുവൻ അവർ നീക്കിക്കളഞ്ഞിരുന്നു. ഹല്ലേലൂയ. അതെ, നിന്റെ ആത്മജീവിതത്തെ നീ കാത്തു സൂക്ഷിക്കണം കേട്ടോ. കോടാനുകോടി രൂപയുണ്ട്, പണമുണ്ട്, ഭയങ്കര വീടുണ്ട്, അതിനു ചുറ്റും ഭയങ്കര മതിലുണ്ട്. ആമീൻ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കടിക്കുന്ന നായയെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട്, വളർത്തുന്നുണ്ട്. മാമി ഗേറ്റിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, നായുണ്ട്, സൂക്ഷിക്കുക. അല്ലെങ്കിൽ മുറ്റത്ത് സെക്യൂരിറ്റിയെ നിർത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഭവനത്തിനകത്ത് സമാധാനമില്ല. ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ല. നിലവിളിയാണ്, കണ്ണുനീരാണ്. പക്ഷേ ചെറ്റ കുടിലാണെന്ന് പറഞ്ഞാലും ഓലമേഞ്ഞ വീടാണെന്ന് പറഞ്ഞാലും അവനൊരു ഭക്തനാണെങ്കിൽ, ദൈവവിശ്വാസിയാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ ആ ചെറ്റക്കുടിലും തീമതിലായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സന്തോഷം അതാ കേട്ടോ. ഹല്ലേലൂയ. രക്തജയം. യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷ പ്രാപിച്ച ദൈവമക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സുഖങ്ങളിലെല്ലാം, ഈ ലോകത്തിന്റെ പണങ്ങളിലെല്ലാം, സ്ഥാനമാനങ്ങളിലെല്ലാം, പേരിലും പ്രശസ്തിയിലുമല്ല, ദൈവം തങ്ങളോട് കൂടെയുണ്ടെന്നുള്ളതാണ് അവരുടെ സന്തോഷം. രക്തജയം. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ഒരു കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാറില്ല. ഒരു സ്ഥാനമാനങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകും. കാരണം അതിന്റെ ആവശ്യമില്ല. കർത്താവ് നമുക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താ? അവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന്. ഹല്ലേലൂയ. യേശു നമുക്കൊരു സ്ഥാനം തന്നു. ഇസ്രായേലിന്റെ പുത്രൻ, ഇസ്രായേലിന്റെ പ്രിയപുത്രൻ എന്ന് നമ്മൾ പുറപ്പാടിലൊക്കെ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പ്രിയപുത്രന്മാരാ. നമുക്ക് ആ ഒരു സ്ഥാനം മാത്രം മതി. ലോകം നമുക്ക് തരുന്ന സ്ഥാനമാനങ്ങൾ, ലോകം നമുക്ക് ചാർത്തുന്ന ചാർത്തലുകളെല്ലാം താൽക്കാലികമാണ്. ഒരു പിടി ചാരം കൊണ്ട് തീരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കർത്താവ് തീമതിലായിരിക്കണം. ഇവിടെ നമുക്ക് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സമയങ്ങൾ, ഹല്ലേലൂയ, വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
അല്ലേലൂയ സ്തോത്രം. വെള്ളം മതിലായി നിന്നു. മിസ്രയീമെ പിന്തുടർന്ന് ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമെ സൈന്യത്തെ നോക്കി. മിസ്രയീമെ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഭീതി അവരുടെ മേൽ വരിക. അല്ലേലിയ ഓർന്നു വയ്ക്കുക. അല്ലെങ്കിൽ ചെങ്കടൽങ്കൽ വന്നു കഴിഞ്ഞപ്പോൾ ചെങ്കടൽ മറുകര കടക്കാൻ വേണ്ടി മോശി എന്ന മനുഷ്യനെ ദൈവം ഉപയോഗിച്ച് മോശയുടെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ വെള്ളം വലിയ മതിൽക്കെട്ട് പോലെ അങ്ങ് മാറി. വലിയ ഉറച്ച ഐസ് കട്ട പോലെ, രണ്ട് സൈഡിലും വലിയ ഐസ് കട്ട ഉറച്ചു നിൽക്കുന്ന പോലെ ചെങ്കടൽ മാറി. അതിന്റെ നടുവിലൂടെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ മറുകര കടന്നു. ഈ മറുകര കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ അവരുടെ മേലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. അല്ലെങ്കിൽ പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. അപ്പൊ ആദ്യം ഇസ്രായേൽ നടക്കുമ്പോൾ രാത്രി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായിട്ട് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തി. പക്ഷെ ഫറവോനെ സൈന്യത്തെ എന്ത് ചെയ്തു? ആ മേഘസ്തംഭവും അഗ്നിത്തൂണും അവർക്കുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്നത് ഇസ്രായേൽ മിസ്രയീം വിട്ടു പോരുന്ന വേളകളിൽ ആ സന്ദർഭത്തിൽ അവരെ തുരത്തിക്കളയുവരെ നശിപ്പിച്ചിരുന്ന ഇസ്രായേലിനെ തകർക്കുവാൻ മിസ്രയീമ്യർ പുറകെ വന്നു. കർത്താവ് ചെയ്തത് എന്താണ്? പ്രഭാതയാമത്തിൽ യഹോവ അവർക്ക് മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. അവരുടെ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥയാത്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി നമ്മൾ വായിച്ചു. എന്നെ കേൾക്കുന്ന പ്രശ്നം അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അത് മാത്രമാണോ? ഇസ്രായേലിയുടെ 40 വർഷം മരുഭൂമി യാത്രയിൽ അവരെ സംരക്ഷിച്ചത് മുഴുവൻ യഹോവയായ ദൈവമാണ്. യുദ്ധം അറിയാത്ത, യുദ്ധം ചെയ്തിട്ടില്ലാത്ത, യുദ്ധം അഭ്യസിക്കാത്ത മിസ്രയീമിൽ അടിമവേലയിലായിരുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് അവർ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന 40 വർഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് തീമതിലായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ കാത്ത് സംരക്ഷിച്ച് ശത്രു തൊടാതെ, ദുഷ്ടൻ തൊടാതെ ദൈവത്തിന്റെ പരിപാലനം എത്ര വലുതായിരുന്നു. അത് ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടിവിച്ച്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടിവിച്ച് കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ കർത്താവായ യേശുക്രിസ്തു മയങ്ങാതെ ഉറങ്ങാതെ നിന്നെ സദാസമയത്ത് നടത്തുവാൻ, നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ യേശു നിന്നോട് കൂടെയുണ്ട്. യേശു നിന്റെ ഭവനത്തോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ യേശു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നീ നിന്റെ ഭവനം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. ലോകത്തിന് വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടല്ല, മതങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിന്റെ ഭവനം ഈ ഭൂമി നിലകൊള്ളേണ്ടത് നിന്റെ ഭവനം കർത്താവിന് വേണ്ടി വേർതിരിക്കണം. ഹല്ലേലൂയ. അപ്പം ഫറവോനും സൈന്യവും ചെങ്കടലിൽ താണു എന്ന് നമുക്ക് ഭാഗത്ത് വായിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വിശുദ്ധന് തണലാകുന്ന ദൈവകൃപ അവന്റെ ശത്രുവിന് ഹല്ലേലൂയ വിനാശഹേതുവ. അപ്പം ദൈവഭക്തന് ദൈവകൃപ തണല ഹല്ലേലൂയ, എന്ന ശത്രുവിന് അത് വിനാശമാണ്. മോശ യഹോവയുടെ വടി കടലിന്മേൽ നീട്ടിയപ്പോൾ അണക്കെട്ട് പോലെ നിന്നിരുന്ന കടൽ തമ്മിൽ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മോശ തന്റെ വടി നീട്ടിയപ്പോൾ ഈ ചെങ്കടൽ രണ്ടും മതിൽക്കെട്ട് പോലെ നിൽക്കുക, ഐസ് കട്ടയായിട്ട് നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ ഹല്ലേലൂയ, ക്യാപ്റ്റന്മാരുൾപ്പെടെ 4 ലക്ഷത്തിലധികം പടജനവും കുതിരകളും രഥങ്ങളുമായി സ്തോത്രം മിസ്രയീമ്യർ ചെങ്കടലിൽ താണുപോയെന്നുള്ളതാണ്. 4 ലക്ഷത്തിലധികം രഥങ്ങളും കുതിരകളും ക്യാപ്റ്റന്മാരും സൈന്യവും കൂടെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മറുകര കടന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ ചെങ്കടലിന്മേൽ നീട്ടുവാൻ കഴിഞ്ഞപ്പോൾ മോശ തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ
രണ്ടായിട്ട് പിരിഞ്ഞു നിന്ന് ചിറ പോലെ നിന്ന വലിയ ഐസ് കട്ട പോലെ നിന്ന ആ മതിൽ, ആ വെള്ളം എന്ത് ചെയ്തു? രണ്ടും കൂടെ ചേർന്ന് അങ്ങ് ചുംബിച്ചെന്ന് പറഞ്ഞതുപോലെ വെള്ളം രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് ചേർന്നു. അല്ലേ? വെള്ളം രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആമി സകല മിസ്രയീമിനും ഈ കടലിന്റെ അടിയിൽ ആമയിലെ മതിൽ കടലിന്റെ അടിയിൽ എന്ത് ചെയ്തു? മത്സ്യങ്ങൾക്കിരയായി മാറി. അല്ലേ? അവിടെ വചനം വായിക്കുന്നത് പഠിക്കാൻ കഴിയുന്നത്, അല്ലേ സഹോദരൻ, രാജകീയ ചരമ ശുശ്രൂഷ അനുഭവിക്കേണ്ട സഹോദരം, സൈന്യവും പിരമിഡുകൾക്കുള്ളിൽ അന്തിമശ്രമം കൊള്ളേണ്ടിയിരുന്ന ഫറവോനും വെള്ളം ഐസ് പാറകളായി കുതിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ അതവരെ ഇടിച്ച് തകർത്ത് ഐസ് പാറകളായി തരുന്ന വെള്ളം മടങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? മിസ്രൈമ്യ സൈന്യത്തെ, ഫറവോനെ, അവിടെ കുതിരകളെ, രഥങ്ങളെ ഇടിച്ച് തകർത്ത് അല്ലേരിയ മത്സ്യങ്ങൾക്കിരയായി മാറി. ഓർത്തു നോക്കിയ സംഭവം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവെന്ന അഗ്നിയാ നിനക്ക് അഗ്നിയിൽ നീ മറയപ്പെട്ടവനാണെങ്കിൽ, ദൈവം നിനക്ക് തീമതിലാണെങ്കിൽ, ശത്രു എത്ര പ്രബലനായിരുന്നാലും അവനെ തകർത്ത് നിന്നെ സംരക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ലേരിയ സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേലിയ, സ്തോത്രം, പിശാചിന്റെ കരങ്ങളിൽ പെടുന്ന ആരുടെയും അന്ത്യം, പിശാചിന്റെ കരങ്ങളിൽ പിശാചിന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സകലരുടെയും അന്ത്യം ഫറവോനും സൈന്യത്തിനും വന്നതുപോലെ. ഫറവോനും സൈന്യത്തെയും ചെങ്കടൽ ഐസ് കട്ട പോലെ നിന്ന വെള്ളം ഒന്നിച്ചു വന്ന് ഇടിച്ച് തകർത്ത് മത്സ്യങ്ങൾക്കിരയായി മാറിയതുപോലെ സാത്താനെ സേവിക്കുന്ന സാത്താന്യ സേവകന്മാർ, സാത്താനെ ആരാധിക്കുന്നവർ, പിശാചിനെ അനുഗമിക്കുന്നവർ, പിശാചിന്റെ ഇഷ്ടം ലോക സുഖങ്ങളിൽ ഓടുന്നവർ, ലോക ഇമ്പങ്ങളിൽ ഓടുന്നവർ, ദൈവത്തെ അനുസരിക്കാത്ത തലമുറയുടെ അന്ത്യം നരകമായിരിക്കും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, മടങ്ങി വന്ന് മാനസാന്തരം കാലം ഇനി അധികമില്ല. യേശുക്രിസ്തുവിന്റെ വരവേറ്റു ആസനമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ ഓരോന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കാഹളം ധ്വനിക്കുന്ന സമയമായി. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് നീ ലോകത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ ലോകത്തെ വിട്ട് മടങ്ങി വന്ന് പരിശുദ്ധാത്മാവ് അഗ്നിമതിലാൽ നീ നിറയപ്പെട്ട് നീ നിന്റെ ഭവനവും ദൈവഹിതമനുസരിച്ച് ജീവിക്കണം. അല്ലേലിയ. സ്വതം. അപ്പൊ നിന്റെ നീ പരിശുദ്ധാത്മാവാകുന്ന മന്ദിരത്തിനകത്ത് നീ ഉറയ്ക്കണം. നിന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. നിന്റെ ഭവനത്തെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. അവൻ നിങ്ങൾ തീമതിലായിരിക്കും. അല്ലേലിയ. നിങ്ങളെ തൊടുന്നവന്റെ കടലിൽ കൃഷ്ണമണിയെ തൊടുന്നുവെന്ന അത് ഈ ദൈവവചനമൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കണം, ഒരുപാട് ആത്മാവിൽ ആരാധിക്കണം. ഞാൻ നിങ്ങളെ കോടീശ്വരനാക്കാമെന്നൊന്നും അല്ല ഞാനീ പറയുന്നത്. നിങ്ങളെ കോടീശ്വരനാക്കാമെന്ന്, നിങ്ങൾക്ക് കോടികൾക്കുണ്ടാകുന്ന 4 നിലയുള്ള വീടുണ്ടാകുമെന്നും നിങ്ങൾ എസ്റ്റേറ്റ് വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നുവെന്നും, നിങ്ങൾക്ക് വലിയ ആഡംബര കാറുകൾ, ആഡംബര വീടുകൾ കിട്ടുന്നുവെന്നും, വിദേശത്ത് പോകുമെന്നും, മുകളിൽ കൂടെ പറക്കുന്നുവെന്നൊന്നും അല്ല ഞാനീ പറയുന്നത്. ലേരിയ. അതൊക്കെ ദൈവം നിനക്ക് തന്നോളും. അതൊക്കെ ദൈവം നിന്നെ ആ വിധത്തിൽ കൊണ്ട് നിനക്ക് നീ നന്മയുള്ളവരാണെങ്കിൽ നേരായി ജീവിക്കും, ദൈവം അതൊക്കെ തരും. പക്ഷെ അത് നിനക്ക് അങ്ങനെ തരണമെങ്കിൽ അഗ്നിമതിരായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടൊരു ആത്മജീവിതം നിനക്കുണ്ടായിരിക്കണം. പ്രൈസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലോകപ്രകാരം അങ്ങനെ ഒന്നും, ലോകമൊക്കെ അങ്ങനെ അല്ല. ലോകപ്രകാരമൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാം. പക്ഷെ ഫറവോനും സൈന്യത്തിനും പറ്റിയതുപോലെയാണ് നമ്മുടെ അന്ത്യം എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും എന്തെല്ലാം വാരിക്കോരി എടുത്താലും, അല്ലേലൂയ, അവസാനം ഫറവോനും സൈന്യം ചെങ്കടലിൽ മുങ്ങിപ്പോയതുപോലെ, ചെങ്കടലിൽ താണുപോയതുപോലെ അവസാനം ഉരുപിടി ചാരമാകുന്ന ദിവസമുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യൻ പടുത്തുയർന്നതെല്ലാം അഗ്നിക്ക് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അഗ്നിയാൽ നശിക്കുന്ന ഒരു ദിവസമെന്നാൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ഭൂമിയിൽ നിനക്ക് ഒരു ദിവസമേ ജീവിതം കിട്ടിയുള്ളെങ്കിലും പരിശുദ്ധാത്മാവിന്റെ മതിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിമതിലായി നീ അതിനകത്ത് നിറയപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നീ ഇവിടെ ഒടിപിടിച്ചാരമായി തീരും മുമ്പേ നിന്റെ ജീവിതം നിത്യതയിൽ എത്തിച്ചേരും. കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങൾ എടുക്കപ്പെടും. ഫ്രൈസറോ. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം, യേശുവിന് വേണ്ടി നിൽക്കണം. അല്ലേലിയ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ നിറയ്ക്കും.
പല കുടുംബങ്ങൾക്കും പോരാട്ടമാണെന്നാണ് പറയുന്നത്. പോരാട്ടം, മക്കളോട് പോരാട്ടം, ഭർത്താവിനോട് പോരാട്ടം, ഭാര്യയോട് പോരാട്ടം, അമ്മയുടെ പോരാട്ടം, അമ്മായിമ്മയുടെ പോരാട്ടം, മരുമകളുടെ പോരാട്ടം, അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങളുണ്ട് ലോകത്തിൽ. അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നിനക്ക് ഈ പോരാട്ടങ്ങളിലെ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഈ പോരാട്ടങ്ങൾ നിനക്കൊരു വിജയമില്ലാത്തൊരു മോചനമില്ലാത്തത്? ആമിന ഒറ്റ കാര്യമുള്ളൂ, നീ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ചിട്ടില്ല. നീ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ മാനസാന്തരപ്പെട്ടവളോ കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് പരിശുദ്ധാത്മാവെന്ന അഗ്നിയാൽ നീയും നിന്റെ ഭവനവും നിറയപ്പെട്ടതാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് അസമാധാനം ഉണ്ടാകത്തില്ല. ലേലിയ ചില വേർപെട്ട ദൈവമക്കളുടെ ഭവനത്തിനകത്ത് അമ്മായിയും മരുമോളും ഭയങ്കര പ്രശ്നമാണ്. മകൻ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീട്ടിൽ ചെന്ന് അത് മേടിച്ചുകൊണ്ട് വാ, ഇത് മേടിച്ചുകൊണ്ടോ, വീതം മേടിച്ചുകൊണ്ട് വന്ന് ശണ്ട കിട്ടുന്ന ഭവനങ്ങളുണ്ട്. കിട്ടിയതൊക്കെ പോരാഞ്ഞിട്ട് വീണ്ടും മേടിക്കാനായിട്ട് പറഞ്ഞു വിടുന്ന ഭവനങ്ങളുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവം, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. അവർ മാനസാന്തരപ്പെടാത്തവരാണ്. അവർ പുറമേയുള്ള മാനസാന്തരവും പുറമേയുള്ള സ്നാനവും പുറമേയുള്ള ശുദ്ധീകരണവും നടത്തും. അകത്തൊന്നും സംഭവിച്ചിട്ടില്ല. അവരാണ് കലഹമുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ, രക്ഷയുടെ അനുഭവം പ്രാപിച്ചവൻ, പരിശുദ്ധന്മാവെന്ന ദീപത്തിനകത്ത് നിൽക്കുന്നവൻ, അവൻ സൗമ്യതയുള്ളവനും താഴ്മയുള്ളവനും സകലത്തെ ക്ഷമിക്കുന്നവനും സകലത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നവനുമായിരിക്കും. ആ വീട്ടിൽ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള വിഷയമില്ല, അപ്പനും മക്കളും തമ്മിലുള്ള വിഷയമില്ല. ആ ഭവനത്തിന് അശുദ്ധി കയറത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ, നിന്റെ ശരീരമാകുന്ന ഭവനത്തെ പരിശുദ്ധാത്മാവ് അഗ്നി തീമതിരായി നിന്നെ നിറയ്ക്കുകയാണെങ്കിൽ മാത്രമേ നിനക്ക് ശുദ്ധീകരണ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസ കുടുംബത്തിൽ വിളിച്ചിട്ട് അമ്മായിയമ്മ മരുമുള്ള പ്രശ്നമാണ് പറയുന്നേ. ഒരിക്കലും തീരത്തില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സഹോദര സഹോദരി, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ബൈബിൾ പഠിക്കുന്ന സാക്ഷ്യം പറയുന്നവരാണ്, കർത്താവിന് വേണ്ടി എല്ലാം ചെയ്യുന്നവരാണ്. ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ അപ്പനും മക്കളും അമ്മയും വരുമ്പോൾ തമ്മിൽ അടിച്ച് കലഹിച്ച് ജീവിക്കുന്ന വീടാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനും മധ്യാകാശം വരെ നിങ്ങൾ പോകത്തില്ല. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് കലഹം കൂട്ടിക്കൊണ്ടിരിക്കും. അവിടോട്ട് പോകണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. നിന്റെ ഭവനം വിശുദ്ധിയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ഭവനം രക്ഷയുടെ അനുഭവം ഉള്ളതായിരിക്കും. അത്യുന്നതന്റെ മറവിലായിരിക്കണം നിന്റെ ഭവനം. സർവശക്തൻ നെളുകിലായിരിക്കണം നിന്റെ ഭവനം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ പരാജയപ്പെട്ടവളാ. അല്ലെങ്കിൽ നിന്റെ കുടുംബം വലിയ തകർന്ന തരിപ്പണമാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുതുജീവിതം പ്രാപിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5:24. അല്ലേ? ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞു, ക്രിസ്തുവേശുവിനുള്ളവർ. ആരാണ് ക്രിസ്തുവേശുവിനുള്ളവർ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, മാനസാന്തരപ്പെട്ട ദൈവമക്കൾ, കർത്താവിനെ അനുഗമിക്കുന്ന, ക്രൂശിച്ചവനെ അനുഗമിക്കുന്ന, അവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട, പരിശുദ്ധാത്മാവെന്ന അഗ്നിയാൽ നിറയപ്പെട്ടവൻ, പരിശുദ്ധാത്മാവ് തീമതിലായി ഉള്ളവൻ, ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരിക്കുന്ന ആ ഓരോ ദൈവമക്കളും കർത്താവിനുള്ളവരാ. അതുകൊണ്ട് അവർ ക്രിസ്തുവേശുവിനുള്ളവർ. നമ്മുടെ ജഡത്തിൽ ഒരുപാട് രാഗമോഹങ്ങളുണ്ട്. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കണം. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാത്തത് കൊണ്ടാണ് അവരിൽ ഇച്ചിരി വീഞ്ഞു കുടിക്കണമെന്ന് വെച്ചാൽ, മദ്യം കുടിക്കണമെന്ന്, ലഹരി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, പുകയില തിന്നണമെന്നും, തുളസിപ്പാക്ക് തിന്നണമെന്നും, ബബിൾക്കം ചൂയിങ്ങൊക്കെ വാങ്ങി വായിലിട്ട് ചവച്ചു തുപ്പി റോഡിലിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്നതൊക്കെ ഹല്ലേലൂയ തോന്നുന്ന അവന്റെ ജഡത്തിലെ രാഗമോഹങ്ങളാണ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കളൊക്കെ കാണത്തില്ലേ? റോഡിൽ നിന്ന് ബബിൾക്കം ചൂയിങ്ങം വാങ്ങി ചവച്ച് തുപ്പി ചവച്ച് അത് ബലൂൺ വീർപ്പിക്കുന്ന പോലെ വീർപ്പിക്കുന്ന ഭക്തന്മാരെ കണ്ടിട്ടില്ലേ? മാനസാന്തരപ്പെടാത്തവനാ. അവൻ വീണ്ടെടുപ്പില്ലാത്തവനാ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെടാത്തവനാ. അവന്റെ ജീവിതം അശുദ്ധിയാണ്. അല്ലേ? എന്നിട്ട് അവനത് ചവച്ചു തുപ്പി റോഡിലിട്ട് റോഡെ പോകുന്നവന്റെ കാലിലും ചെരുപ്പിലും പറ്റി, അവന്റെ പാൻറിലും സാരിയിലും അവൻ പിള്ളേരുടെ ഡ്രസ്സിലൊക്കെ പറ്റി അത് വീട്ടിൽ കൊണ്ടുവന്ന് തേച്ച് കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ, ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം വീണ്ടെടുക്കപ്പെടാത്ത ദൈവമക്കൾ ചെയ്യുന്ന ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയാണ് ചൂയിങ് തിന്നുക, ബബിൾക്ക് തിന്നുക, ആ റോട്ടിൽ ചവച്ചു തുപ്പിയിടുക. നികൃഷ്ട ബുദ്ധിക്ക് ദൈവം ചിലലേക്ക് ഏൽപ്പിച്ചെന്ന് പറയാറുണ്ട്. അല്ലേരിയ, അങ്ങനെ നിന്നെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചത് കൊണ്ടാണ് നീ മനുഷ്യൻ ദ്രോഹം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് അഗ്നിമതിലായി പരിശുദ്ധാത്മാവ് ചുറ്റി നിൽക്കുന്നതാണ് നിന്റെ ഭവനമെങ്കിൽ, നീ ആകുന്ന ഭവനമെങ്കിൽ, നിന്റെ വീടെങ്കിൽ ഇങ്ങനെയുള്ള അശുദ്ധി നീ ചെയ്യത്തില്ല. പ്രൈസലോ. ഒരിക്കൽ ഞാനൊരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, കഠിനമായ ഉപവാസമാണ്. ആമേൻ. ഉപവസിക്കുന്ന സ്ഥലത്ത് നിന്ന് ചായ മാത്രമേ തരുള്ളൂ, അതും സമയമുണ്ട്. ആമേൻ. അനധികൃതമായിട്ട് ഒന്നും പോയി കുടിക്കാനോ മേടിക്കാനോ തിന്നാനോ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്ന ഉപവാസമാണ്. ഉപവാസത്തിന് 1-ാം ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം കഴിഞ്ഞ് ഒരു ഉച്ച ആയപ്പോൾ, ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി ചായ കുടിക്കാൻ വന്ന് നിൽക്കുമ്പോൾ ഉപവസിക്കുന്ന ദൈവദാസൻ, ഉപവാസം നടത്തുന്ന ദൈവദാസൻ ചൂയിങ്ങം കൊണ്ടൊന്ന് ബബിൾക്കും കൊണ്ടൊന്ന് എല്ലാവർക്കും കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് എന്തിനാ? അത് വായിക്ക് നാറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വായിലിട്ട് ചവയ്ക്കാനാ. പറഞ്ഞു, നന്നായിട്ട് ബ്രഷ് ചെയ്താൽ പോരെ, നല്ല ഫേസൊക്കെ ഇട്ട് ബ്രഷ് ചെയ്താൽ നമ്മൾ വായി നാറ്റമൊക്കെ പോകുമല്ലോ, ഇത് ചൂയിങ്ങം തിന്നണോ, ബബിൾക്ക് തിന്നണോ? ഞാൻ അവരോട് പറഞ്ഞു, ഇത് തിന്നുന്നത് സാത്താന്റെ പ്രവൃത്തിയാണ്, സാത്താനാണ് ഇത് പ്രേരിപ്പിക്കുന്നത്. ഉപവാസത്തെ എങ്ങനെയും പൊട്ടിക്കുക, ഉപവാസത്തെ എങ്ങനെയും നശിപ്പിക്കുക, അതിനു വേണ്ടി ചൂയിങ്ങം വായിലിട്ട് ബബിൾക്കും വായിലിട്ട് തിന്നോളാൻ പിശാച് പറഞ്ഞു. അല്ലേരിയ. അപ്പം ദൈവമക്കൾ ഇത് ചെയ്യരുത് കേട്ടോ. അല്ലെങ്കിൽ നിന്നെ കണ്ടത് ചെയ്യിപ്പിക്കാൻ സാത്താനാ, പിശാച. അല്ലേരിയ, അല്ലേരിയ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിനക്ക് തീമതിലായിരിക്കണം. നീ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി ആയിരിക്കണം. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ. അശുദ്ധമായ, അനാവശ്യമായ, അസന്മാർഗമായ ജീവിതം നീ ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്. രക്തം ചെയ്യും, കള്ളപ്പണം ഉണ്ടാക്കുക, പണം വെളുപ്പിക്കുക, കൊള്ള പലിശ വാങ്ങുക, ബ്ലേഡ് നടത്തുക, പിടിച്ചു പറിക്കുക, അതിര് തോണ്ടുക, അല്ലേ, കേസിന് പോകുക, കോടതി കയറി ഇറങ്ങുക, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക, ഇതൊന്നും ദൈവമക്കൾക്ക് അനുയോജ്യമായതല്ല. അല്ലേ? ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലേ, അത് സാത്താന്യമാ. ആമീൻ. ദൈവം യോജിപ്പിച്ച് കുടുംബത്തെ കുടുംബജീവിതത്തെ ഭിന്നതയുണ്ടാക്കി ഭാര്യയെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുക, എന്നിട്ട് 2ാമത് വിവാഹം കഴിക്കുക. അല്ലേ? അതൊക്കെ സാത്താന്യ ശക്തിയാ. മാനസാന്തരം ഒരിക്കൽ സംഭവിച്ചത് കൊണ്ട് അനുദിനം മാനസാന്തരപ്പെടണം. അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. പാപത്തെ വലിച്ച് തോട്ടിലെറിയണം, പാപത്തെ വലിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങൾ എറിഞ്ഞു കളയണം, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഇതിനെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ നിറയപ്പെട്ട് നിൽക്കണം. അല്ലെങ്കിൽ നീ വിശുദ്ധനായിരിക്കണം. യേശു എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ നമ്മൾ ഈ സാമിസ്തോറിന്റെ ലേവ്യ പുസ്തകം 19 വായിക്കുമ്പോൾ, അതുപോലെ 1 പത്രോസിന്റെ 16 വായിക്കും, കാണുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധനായിരുന്നെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് ചെല്ലാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ഈ ലോകത്തിന്റെ പണത്തിന് വേണ്ടി, ലോകത്തിന്റെ ദിവ്യാഗ്രഹത്തിന് ഓടരുത്. ഓടി നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലേലിയ. ഇവിടെ അത് മാത്രമാണ്, ഇസ്രായേലിലൂടെ 40 വർഷം മരുഭൂമിയിൽ മേഘസ്തംഭങ്ങൾ, അഗ്നിസ്തംഭങ്ങൾ മുഖാന്തരം ദൈവം വഴി നടത്തി. ആ ദൈവം ഇന്നും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായി നിങ്ങൾക്ക് ചുറ്റുമതിലായിരിക്കുന്നു. ലേലിയ. ഇസ്രായേൽ മക്കളെ 40 വർഷം പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി നടത്തിയ അതേ ദൈവം തന്നെ, അല്ലെങ്കിൽ ഈ പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ വെളിച്ചം, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ഇരുള് മാറിപ്പോയി രക്തം ചെയ്യും. അല്ലേലിയ. ആത്മാവിന്റെ തീതിനിൽ കത്തി തുടങ്ങുമ്പോൾ നിന്റെ അകത്തെ അശുദ്ധി കരിഞ്ഞു പോകും. ആത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നീ ജഡിക സുഖങ്ങൾക്ക് വിധേയപ്പെടുന്നത്. അല്ലേലി. രക്തം ചെയ്യും. ആത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ കത്തിച്ചാൽ, ആത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിന് തീമതിലാണെങ്കിൽ നിന്റെ നാവിൽ നിന്ന് അശുദ്ധമായ വാക്കുകൾ പോലും വരത്തില്ല. പ്രൈസലോ. നിന്റെ നാവുകൾ പോലും ശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്ന് പറയുന്നത്.
അതുകൊണ്ട് നിന്റെ ആദരങ്ങൾ കൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടണം. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്തുകൊണ്ടാണ് ഉയർച്ചയില്ലാത്തത്, എന്തുകൊണ്ടാണ് അനുഗ്രഹമില്ലാത്തത്, എന്തുകൊണ്ടാണ് നന്മയില്ലാത്തത്, എന്തുകൊണ്ടാണ് ഒരു വിശാലമില്ലാത്തത്? നിങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ, എൻ്റെ ഉപവാസ ദൈവം കണ്ടില്ലേ, എൻ്റെ കഷ്ടത ദൈവം കാണുന്നില്ലേ, എന്നെ എന്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കാത്തതൊക്കെ ദൈവം നിങ്ങൾ ചോദിക്കാറില്ലേ? പക്ഷെ അതിന് ഒറ്റ മറുപടിയുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നീ നിറയപ്പെട്ടിട്ടില്ല. അഗ്നിശുദ്ധീകരണം നിന്റെ ഉള്ളിൽ നടന്നിട്ടില്ല. ഇന്നും ലോകം നിന്റെ ഉള്ളിലുണ്ട്, ലോകമോഹങ്ങൾ നിന്റെ ഉള്ളിലുണ്ട്, ലോകത്തിന്റെ ചിന്തകൾ നിന്റെ ഉള്ളിലുണ്ട്, ജഡത്തിന്റെ രാഗമോഹങ്ങൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണ്ടതുപോലെ ഉയരുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, രക്തജയം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുവിനോട് ഏൽപ്പിച്ചു കൊടുക്കുക മാതാവി, യേശുവിനോട് ഏൽപ്പിച്ചു കൊടുക്കുക സഹോദര സഹോദരി. ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക, ദൈവം നിന്റെ കഷ്ടതയെ മാറ്റാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിന്റെ സങ്കടത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ നിന്ദയും പരിഹാസങ്ങളും എല്ലാം ദൈവം മാറ്റിക്കളയാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് ഉയർച്ചയെ തരും, ഒരു വിശാലത തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ നന്മകൾ വർദ്ധിക്കുന്ന തലമുറ അനുഗ്രഹിക്കപ്പെടാൻ യേശു ആഗ്രഹിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിനക്ക് ചുറ്റും തീമലായി ദൈവം തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ നീ മടങ്ങി വാ, നിന്റെ കഷ്ടങ്ങൾ മാറും. രക്തജയം, ഫ്രൈസലോ. ആത്മാവിന്റെ ശുദ്ധീകരണം നടക്കട്ടെ. ആത്മാവിന്റെ ശുദ്ധീകരണം നടന്നാൽ ജഡത്തിലതറിയാൻ, നിന്റെ മുഖത്തത് അറിയാം. ആത്മാവിന്റെ ശുദ്ധീകരണം നടന്നാൽ നിന്നോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കും. അല്ലേ, ആത്മശുദ്ധീകരണം ഇല്ലാത്തവന്റെ വാക്കുപോലും അശുദ്ധിയായിരിക്കും. ആത്മശുദ്ധീകരണം ഇല്ലാത്തവന്റെ നോട്ടം പോലും അശുദ്ധിയായിരിക്കും. ആത്മശുദ്ധീകരണം ഇല്ലാത്തവന്റെ കേൾവി പോലും അല്ലെങ്കിൽ അശുദ്ധിയായിരിക്കും. ആത്മശുദ്ധീകരണം പ്രാപിക്കാത്തവന്റെ പ്രവൃത്തികളെല്ലാം അശുദ്ധമായതായിരിക്കും. ഹല്ലേലൂയ. അതേസമയത്ത് അഗ്നിമധുരമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ചുറ്റി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിശുദ്ധമായത് മാത്രം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരായ നന്മയും പ്രസാദം പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുപതിക്ക് രൂപാന്തരപ്പെടുമെന്ന് റോമാലേഖനം 12:2 വായിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന റോമാലേഖനം 12:1 വായിക്കുന്ന പോലെ. ഹല്ലേലൂയ. 2 വാക്യങ്ങൾ പറഞ്ഞത് രണ്ടും ആ വാല്യൂ നിങ്ങൾ ചേർത്ത് വായിക്കണം. അത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, യേശുവിന് വേണ്ടി. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നിങ്ങൾക്ക് നൽകി തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കർത്താവ് കാഹളം ധരിച്ചാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നിത്യദൈവങ്ങൾ കാണേണ്ടിവർക്കാണ്. നിങ്ങൾ തകരുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, എൻ്റെ സൗരി, എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറെന്നാണ് ഞാൻ ഉത്തമഗീതം 4:12 പറയുന്നത്. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം, നിന്റെ അരമണികളിൽ സൗര്യം ഉണ്ടാകട്ടെ എന്നാണ് 122 വാക്യം പറയുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ നിറയപ്പെട്ട പരിശുദ്ധാത്മാവ് അഗ്നി നിനക്ക് തീമതിരായി നിന്റെ നടത്തുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കഷ്ടങ്ങൾ മാറും. ആരെങ്കിലും ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് കണ്ടതിൻ്റെ നടിവിടാണോ, ഇന്ന് പകൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് നിങ്ങൾ കർത്താവ് അഗ്നിയാലിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറച്ച് അങ്ങ് എനിക്ക് തീമതിരി കോട്ടയമായി എൻ്റെ ഭവനത്തെ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൂടിയും ചെറുവിരിയും വെടിവിടിയും ഉള്ളിൽകൂട്ട ഒട്ടാരത്തിൽ പാർക്കുന്ന സകല ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, കർത്താവ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളുടെ ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലിരിക്കുന്ന ജനതീയ ഭരണാധികാരികളെ, കരസേന, വ്യോമസേന, നാവികസേനാധികാരി, അതിർത്തികൾക്കാക്കുന്ന BSF അടക്കമുള്ള ക്രമസമാധാന പാലക, നിയമ നിർമ്മാണ രംഗത്തുള്ള രഹസ്യങ്ങളുടെ പോലീസിന്റെ വിവിധ ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ, ബാങ്കിങ് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെ ഞങ്ങൾ അവരുടെ കരങ്ങളിൽ ലഭിക്കും. ലോക രാഷ്ട്ര തലവന്മാരെ, എല്ലാ ഭരണ സംവിധാനങ്ങളെ, മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, വീട്ടിൽ, സയൻസ്, ഭരണവിദേശ പാർട്ടികളെ, കടലോരവാസി, തീരദേശ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, ചെറുതും വലുതുമായ കർത്താവ്, ഖനികളിലും കമ്പനിലും ഫാക്ടറി ജോലി, ചെറുതും എല്ലാ വ്യാപാര വ്യവസായ, ക്ഷീരമേഖലയും കർഷക മേഖലയും, വഴിയോര കച്ചവടക്കാരെ, എല്ലാം ഞങ്ങളോർത്തും എല്ലാ പൊതുമേഖലയായിരിക്കുന്നവരെ, കൺഷൻ മെക്കാനും മോട്ടോറിംഗ് യൂണിയൻ രംഗത്താരെ, എല്ലാ ടൈസ് ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൺഷൻ മോട്ടോർ കർത്താവ് എല്ലാ മേഖല ജനത്തിനായി ദേശത്ത് കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, മണ്ണാദ്യ വേദന കഷ്ടം സഹിക്കുന്നവർ, കർത്താവ് ദേശ ജോലി കടന്ന് ജോലി നഷ്ടപ്പെട്ട വിസയില്ലാതെ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ടിനായി അപേക്ഷിച്ച് ഇരിക്കുന്നവർ, ഹല്ലേലൂയ,
അതിൽ പീഡ അനുഭവിക്കുന്നത്, സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർദ്ധക്യത്തിലും ഇവിടുത്തെ റോഫ്ന ചോളിലും തടവറയിലായിരിക്കുന്നവർക്കായി, സാമ്പത്തിക കടപ്പാത്തിൽ കടന്നു പോകുന്നവർ, ദ്രവ്യാഗത്തിൽ കർത്താവെ അമ്മ രോഗികളായിരിക്കുന്നവർ, വിവിധമായ മാതാവി സ്തോത്രം, മാരകമായ രോഗം അധീനരായി കിടക്കുന്ന എല്ലാവർക്കും ഒരു വിടുതൽ ആശ്വാസം ദൈവം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവി മദ്യപാനികൾ, വെറുക്കൂത്തുകാർ, തുറന്നുറപ്പുകാർ, പിന്മാറ്റക്കാർ എല്ലാം മടങ്ങി വരട്ടെ. സകല അശ്ലീയമായ ജീവിതത്തിന് മടങ്ങി വന്ന്, സകല അശുദ്ധി മടങ്ങി വന്ന്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട ജീവിതം ഈ ജനത്തിന് ലഭ്യമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ദാസിദാസന്മാർ ദൈവമക്കൾക്കായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടം സഹിക്കുന്ന, വേദനിക്കപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനം കർത്താവിന്റെ അറിയപ്പെടുവാൻ എല്ലാവരുടെ ഭവനം രക്ഷയുടെ ഭവനമായി, വിശുദ്ധിയുടെ ഭവനമായി, വചനത്താൽ നിറയപ്പെട്ട ഭവനമായി, രക്തക്കോട്ടയ്ക്കുള്ള ഭവനമായി, ദൂതന്മാരെ സംരക്ഷപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ചുറ്റി നിൽക്കുന്ന ഭവനമായി കർത്താവ് ജനത്തെ നിറയ്ക്കണമേ, ഭവനത്തെ നിറയ്ക്കണമേ, സകലത്തിൽ നീതി വെളിപ്പെടുത്തിയാട്ട് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.